ലൈവ് അപ്ഡേറ്റ് ആണ്. രേണു സുധി സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും നാളെ ഇങ്ങനെയാണെങ്കിൽ. രേണു ചേച്ചി സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അതായത് ഈ ടാസ്ക് കുറച്ച് ഫിസിക്കലാണല്ലോ. അപ്പോൾ ബിഗ് ബോസ് ഫിസിക്കലൊന്നും അല്ലെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ ടാസ്ക് ഫിസിക്കലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തെ കാര്യം പറഞ്ഞപ്പോൾ ആര്യൻ ഒരു ജോക്കായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതൊരു ജോക്കായിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റൂല. അപ്പോൾ ആര്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ആര്യൻ അത് അങ്ങനെ ആര്യന് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ആര്യൻ്റെ ഒരു കുഴപ്പം തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് പറഞ്ഞപ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട്, എടാ എടാ അങ്ങനെ പറയലടാ എടാ എടാ അത് തമാശയല്ല എന്ന് പറയുന്നുണ്ട്. അതൊന്ന് പോടെ, ഇത് ജോക്ക്. ആര്യൻ അത് സമ്മതിക്കത്തില്ല. ആര്യൻ അത് ഇപ്പോൾ ഒരാൾ തെറ്റാണ് ആര്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആര്യൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് ആര്യൻ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഗെയിമറാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്, ഒക്കെ ശരിയാണെങ്കിലും വകതിരിവ് വട്ടപൂജ്യമാണ്. വകതിരിവെന്ന് പറയുന്ന സാധനമില്ല. ഇവിടെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഈ ജോക്കൊക്കെ പറയുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. സുധി എന്ന് പറയുന്നത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവാണ്. ഒരു തമാശ അടിക്കേണ്ട ഒരു സാധനമല്ല. അത് തമാശ പറഞ്ഞ് അത് ചിരിക്കേണ്ട ഒരു ടോപ്പിക് അല്ല. രേണു സുധി നാളെ പടമായി പോകുന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓക്കെ, വേണമെങ്കിൽ അതിനെ തമാശയെന്ന് എടുക്കാം. ഇത് സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ മേ ബി അത് ആര്യനത് തമാശയായി തോന്നാം. രേണു സുധിക്ക് അങ്ങനെ തോന്നണമെന്നില്ല. ആര്യം പോയിട്ട് രേണുവിൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു, രേണു അത് ഓക്കെ ആണെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിലും ചില തമാശകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് അപ്രിയമായ തമാശകൾ പറയാതിരിക്കുക. ഇവിടെ പിന്നീട് വലിയ വഴക്ക് നടന്നു. അതായത് നമ്മുടെ ജിഷനും അപ്പാനിയും പറഞ്ഞു, അവൻ തമാശയ്ക്ക് പറഞ്ഞാണ്, അതിന് ഇത്രയും നീ സീരിയസ് ആക്കേണ്ട കാര്യമില്ല, നീ ഒരു നന്മ മരമാണെന്നൊക്കെ പറഞ്ഞ് ജിഷൻ അക്ബറിനെതിരെ തിരിഞ്ഞു. അതുപോലെ അക്ബറും ആര്യനും തമ്മിൽ ഈ പേരും പറഞ്ഞ് വഴക്കിട്ടു. ഞാൻ തമാശ പറഞ്ഞാലും നീ വളച്ചൊടിച്ച് നീ ഗെയിം കളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്, നീ തമാശ പറയുമ്പോൾ ഞാൻ ചിരിക്കാറില്ലേ, അപ്പോൾ നീ എന്താണ് പിന്നെ ഞാനൊരു തമാശ പറയുമ്പോൾ നിനക്കത് അങ്ങനെ തോന്നാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യം ഭയങ്കരമായിട്ട് ചൂടൊക്കെ ആവുന്നുണ്ട്. ഇതിനിടയിൽ അപ്പാനി ഒന്ന് പറയുന്നുണ്ട്, അനീഷിന് വയ്യാന്ന് പറഞ്ഞ് ചോര വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ഇരുന്ന് ചിരിച്ചില്ലേ, അപ്പോൾ നിനക്കത് നല്ലതായിട്ട് തോന്നിയോ? അപ്പോൾ അതുപോലെ ഇതൊരു തമാശയായിട്ട് കണ്ടാൽ മതി എന്ന് അനീഷ് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വിള്ളലുകൾ വീണു. പിന്നീട് അത് കുറേ നേരം വഴക്കായിട്ട് തുടർന്നെങ്കിലും പിന്നെ അതങ്ങ് അവിടെ അങ്ങ് തീർന്നു. അത് ഒഴിവാക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ലോജിക്കായിട്ട് തോന്നും, ചില സമയത്ത് വിവരക്കേടാണ് വാ തുറന്നാൽ പറയുന്നത്. അക്ബർ ഗെയിം കളിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കുറച്ച് നന്മ മരവും കളിക്കുന്നുണ്ടേ. അക്ബറും സകല കാര്യങ്ങൾക്കും കൂടെയൊക്കെ നിന്നിട്ട് നൈസിനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചില വിഷയങ്ങളെ അങ്ങ് കത്തിച്ചു വിട്ട് നന്മമരം കളി ഉണ്ട്, അത് സത്യം തന്നെയാണ്. അപ്പാനിയും അതുപോലെ തന്നെ ആര്യൻ എന്ത് ചെയ്താലും അപ്പാനിക്ക് ഒരു സപ്പോർട്ട് അപ്പാനി എപ്പോഴും ആര്യന് കൊടുക്കുന്നുണ്ട്. അപ്പാനി അക്ബറിനെതിരായിട്ട് പെട്ടെന്ന് പോകാൻ മടിയായതുകൊണ്ടായിരിക്കാം ചെറിയ രീതിയിൽ അപ്പാനി അക്ബറിന് എതിരെയും ഗെയിം കളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ലൈവിൽ നടന്നത്. ആര്യൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആര്യന് ഈ ഭാഷയുടെ പ്രശ്നമുണ്ട്. ആര്യൻ മലയാളം സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പ്രോപ്പർ മലയാളം അറിയത്തില്ല. അതിൻ്റെ ഒരു പോരായ്മ ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം വരുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം. ചില ജോക്സ് നമുക്ക് ജോക്കായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അതെന്തായാലും രേണു സുധി ഇതുവരെ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആക്കിയിട്ടില്ലാത്തത് കൊണ്ട് ആര്യന് തൽക്കാലം ആശ്വസിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.